ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കോതമംഗലത്താണ്. കോതമംഗലം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്തെന്ന് വെച്ചാൽ ഞാനും ശിവയൊക്കെ പഠിച്ചത് കോതമംഗലത്താണ്. അപ്പോൾ നമുക്ക് കുറേ നല്ല ഫ്രണ്ട്സിനെയൊക്കെ കോതമംഗലത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ കോതമംഗലത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ബാപ്റ്റിസത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഒരു റീയൂണിയൻ പോലെ തന്നെ ഇത് കൂട്ടാം. പക്ഷെ നമ്മളാണെങ്കിൽ എറണാകുളത്ത് നിന്ന് വന്ന് കോതമംഗലം എത്തിയപ്പോഴേക്കും ഭയങ്കര സമയമായിരുന്നു. കാരണം നമ്മൾ ഇടയ്ക്ക് ഗിഫ്റ്റൊക്കെ മേടിക്കാനൊക്കെ കയറി. നമ്മൾ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മളിവിടെ എത്തിയത്. വന്ന പാടെ തന്നെ നമ്മൾ ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് കയറി. അപ്പം ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നമ്മൾ നേരത്തെ വന്ന ഫ്രണ്ട്സ് ഓൾറെഡി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കൂടി ചെന്നപ്പോൾ വീണ്ടും ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം ഫിജോയുടെയും ദീപുവിൻ്റെയും മോളാണ് ഉണ്ടായിരിക്കുന്നത്. മോളുടെ പേര് നവോമി എന്നാണ്. അപ്പം നവോമി മോൾ നല്ല ഉറക്കമായിരുന്നു ഞങ്ങൾ ചെന്നപ്പം. നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസിനൊക്കെ പോസ് ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ ഇനിയിപ്പം ഫുഡ് എന്ന പരിപാടിയിലേക്ക് കടക്കാമെന്ന് ഓർത്തു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നവോമി മോൾ നല്ല ഉറക്കമായിരുന്നു. എണീപ്പിക്കാൻ വേണ്ടിയിട്ട് അമൽ കുറേ ട്രൈ ചെയ്തു. പക്ഷേ ഇനി എണീപ്പിച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ഡ്യൂട്ടി അമലിന് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇക്കുവും അച്ഛനും കൂടിയിട്ട് കുഞ്ഞിൻ്റെ കുറേ ഫോട്ടോസൊക്കെ അവിടെ വച്ചേക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇക്കുവിൻ്റെ മൂഡ് അത്ര ശരിയൊന്നുമല്ല. കാരണം അവൻ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ പോയി കഴിച്ചിട്ട് ഇക്കുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. കാരണം അവൻ കുറേ സമയം ആയതുകൊണ്ട് അവൻ വിശന്നിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സും എൻ്റെ കൂടെ കഴിച്ചു. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവ കുഞ്ഞിനെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ശിവയും കുഞ്ഞും ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കോമഡിയൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ കളിയും തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിരുന്നു. എന്നിട്ട് ഇപ്പം ഈക്കു ആണെങ്കിൽ ഇവരെയൊക്കെ കണ്ടതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ പുള്ളിയാണെങ്കിൽ ഇവരോരോന്ന് ചോദിക്കുന്നതിന് ഇങ്ങനെ ഓരോന്നിതും ചിരിച്ചും കാണിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കലിപ്പ് മോഡ് ഇടയ്ക്കിടയ്ക്കുണ്ടൊരു കലിപ്പ് മോഡ്. അപ്പോൾ ആ കലിപ്പ് മോഡൊക്കെ ഇവരിട്ട് കാണിക്കുകയാണ്. ഇവരതൊക്കെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവർ ഭയങ്കര വൈബായിട്ട് പുള്ളി ഇങ്ങനെ ഇരിപ്പുണ്ട്. പുള്ളി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ ട്രേഡ് മാർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കലിപ്പ് മോഡ് തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറേ എൻജോയ് ചെയ്തു. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ശിവയുടെ ക്ലാസ്മേറ്റ്സും ഫാമിലിയൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഇനിയിപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. കാരണം നമ്മൾ താമസിച്ചു വന്നതുകൊണ്ട് നമുക്ക് നേരത്തെ പോകണം പറ്റില്ലല്ലോ. അപ്പം നമ്മൾ അവർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുഞ്ഞുബാബ ഉറങ്ങുകയാണ്. ഇതാണ് ഇക്കുവിൻ്റെ ആദുമാമി. ആദു നമ്മുടെ കോളേജിലല്ല പഠിച്ചത്. ഇത് നമ്മുടെ അമൽ ആൻഡ് ഇത് നമ്മുടെ രാഹുൽ. ഇവർ രണ്ടുപേരും ശിവയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പം ആദു ആണെങ്കിൽ നമ്മുടെ രാഹുലിൻ്റെ വൈഫാണ്. അപ്പം നമ്മൾ ഫിജോനോടും ദീപുവിനോടും ഫാമിലിനോടും ഒക്കെ ബായ് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങി. നല്ല കിട്ടിയില്ല മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും കോതമംഗലം വന്നതാണല്ലോ, നമ്മുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാം എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് വീട്ടിലില്ലായിരുന്നു താനും. ഞങ്ങൾക്ക് വഴിയും തെറ്റി. അപ്പോൾ നമ്മളിങ്ങനെ ഏത് വഴി പോകും എന്നുള്ള കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ തപ്പി ഒരു വിധത്തിൽ നമുക്ക് ടൗണിലേക്കുള്ള വഴി കിട്ടി. അപ്പോൾ നമ്മൾ ആ വഴിയെ നേരെ ടൗണിലേക്ക് പോകാൻ തുടങ്ങി. ഇനിയിപ്പം നമുക്ക് കോളേജൊക്കെ ഒന്ന് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ഇക്കു ഉണ്ടായപ്പോൾ മുതൽ ഞാൻ ശിവനോട് പറയുന്നതാണ് നമുക്കാണെങ്കിൽ കോളേജിൽ പോകണം, ഇക്കുവിനെ കാണിക്കണം എന്നൊക്കെ. അങ്ങനെ ഇതാണ് നമ്മുടെ കോളേജ് ജംഗ്ഷൻ. അപ്പം നമുക്ക് കോളേജ് ജംഗ്ഷനിൽ നിന്ന് അങ്ങ് ചെല്ലുമ്പോഴേക്കും നമുക്ക് ഒരു നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് കടയുണ്ട്. പിന്നെ നമ്മൾ ലെഫ്റ്റിൽ കാണുന്നത് നമ്മുടെ ആർട്സ് കോളേജാണ്, മാർ അത്തനേഷ്യസ് ആർട്സ് കോളേജ്. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി അങ്ങ് പോയി ചെന്ന് കഴിയുമ്പോഴാണ് എൻജിനീയറിംഗ് കോളേജ് വരുന്നത്. ഈ ലെഫ്റ്റിൽ കൂടെയുള്ള വഴിയാണ് പഞ്ചാരക്കാട്. എല്ലാ കോളേജിനും ഒരു പഞ്ചാരക്കാട് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ കഥയൊന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കോളേജിനൊരു പഞ്ചാരക്കാട് ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും കോളേജിൽ ഇറങ്ങി എല്ലാവരെയൊക്കെ മീറ്റ് ചെയ്യണം എന്നൊക്കെ ഓർത്തിട്ടാണ് പോയത്. അറ്റ്ലീസ്റ്റ് കോളേജിൻ്റെ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കണം എന്ന് ഓർത്തിട്ടാണ് കോതമംഗലം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചാടിത്തുള്ളി പോയത്. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം
അത്രയും മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല, നല്ല ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കാണെങ്കിലും ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്താൻ പറ്റുമെന്ന് പോലും നമുക്കൊരു ഉറപ്പില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോളേജാണ്. അപ്പോൾ നമുക്ക് കോളേജിലേക്ക് തന്നെ പോകാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ കോളേജിൻ്റെ ഫ്രണ്ടിൽ ചെന്നു. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റിനോടൊന്നും ചോദിച്ചില്ല, കാരണം കയറ്റാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഡോറൊക്കെ അതിൻ്റെ ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ കുറേ നേരം ഇവിടെ കൺഫ്യൂഷൻ അടിച്ച് നിന്ന് എന്ത് ചെയ്യണം ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓടിക്കും. അങ്ങനെ ആകെ ഭയങ്കര കൺഫ്യൂഷനായി. എന്നാൽ എന്തെങ്കിലും കോളേജിലോ കയറാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ മെൻസ് ഹോസ്റ്റലെങ്കിലും കാണാം, അങ്ങനെ നൊസ്റ്റാൾജിയൊക്കെ അയവിറക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ നേരെ മെൻസ് ഹോസ്റ്റലിൻ്റെ വഴിയിലേക്ക് പോയി. ഇതാണ് നമ്മളുടെ കോളേജിൻ്റെ മെൻസ് ഹോസ്റ്റലിലേക്കുള്ള വഴി. അപ്പം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കോളേജിനും കാര്യങ്ങൾക്കൊക്കെ. റൈറ്റ് സൈഡിൽ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. പക്ഷേ സ്വിമ്മിങ് പൂളിലൊന്നും നമ്മൾ കണ്ടിട്ട് പോലുമില്ല, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും കണ്ടിട്ടൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് ആക്സസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ MHലേക്ക് പോകാൻ തുടങ്ങി. കാരണം നമ്മുടെ കൂടെ ആദു പുതിയ ഒരാളാണ്. അപ്പോൾ ആദുവിനോട് നമ്മൾ കോളേജിൻ്റെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഭയങ്കര നൊസ്റ്റാൾജിയായിരുന്നു ഇവർക്ക്. പണ്ടത്തെ കഥകളൊക്കെ കേൾക്കാനും കൂടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ പറയാനൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. ഇതാണ് മെൻസ് ഹോസ്റ്റൽ. ഇപ്പോൾ 2017 ഇവർ പാസ് ഔട്ടായത്. ഞാൻ 2018 അപ്പോൾ 2017 പാസ് ഔട്ട് ആയതിനു ശേഷം കുറേ മാറ്റങ്ങളൊക്കെ കോളേജിൽ സംഭവിച്ചിട്ടുണ്ട്. പുതിയ ഹോസ്റ്റലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ കോളേജിലേക്ക് പോകുന്നത് തന്നെ. നമ്മൾ ഗ്രൗണ്ടിൻ്റെ അവിടെ പാർക്ക് ചെയ്തു. ഗ്രൗണ്ട് ഭയങ്കര വലിയ ഗ്രൗണ്ടാണ്, വലിയ മത്സരങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് കോളേജിൽ കയറാൻ പറ്റാത്തതിൻ്റെ നിരാശയിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.